സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ്, ദിവ ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ 58ാമത് സ്ഥാപക ദിനാഘോഷവും ഓണക്കിറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. KFP സംസ്ഥാന സെക്രട്ടറി KC രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ADM ആശ C എബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന പരിപാടിയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ജയൻ സീദാസ് ഓണ സന്ദേശവും നൽകി. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് ഡയറക്ടർ PM ഷാജി, പാലസ് വാർഡ് കൗൺസിലർ PS ഫൈസൽ, DS മാധവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് NT ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് VK സുഭാഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ജോയി V നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന സംഘടനാ നേതാക്കളെ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആ രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പദ്ധതി കാലയളവിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുറേയേറെ സഹോദരങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയും അവർക്ക് വീട്ടിലിരുന്ന് ഉപജീവന മാർഗം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ലാപ്ടോപ്പും അതിൻ്റെ പരിശീലനവും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ ജില്ലയിൽ 3 മാസക്കാലം ആപ്ലിക്കേഷൻ സമർപ്പിച്ച 15 പേർക്കും പരിശീലനവും കൊടുത്തു, ലാപ്ടോപ്പും വിതരണം ചെയ്തു. ഒരു ജില്ലയും അങ്ങനെ ചെയ്തിട്ടില്ല. ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ് ആദ്യമായിട്ട് അത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത്. ഞാനൊരിക്കൽ നമ്മുടെ അമ്പലപ്പുഴയിൽ ഒരു സ്കൂളിൽ നിൽക്കുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ വാഹനത്തിൻ്റെ അടുക്കലേക്ക് ഓടിക്കൊണ്ട് പഠിക്കാനൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ ആ വർഷം തന്നെ സംസാരിക്കുന്ന സോഫ്റ്റ്വെയറോട് കൂടിയ ലാപ്ടോപ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 12 വയസ്സിന് മേഖലയിലുള്ള 10 വയസ്സിന് മേഖലയിലുള്ള +2 വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആപ്ലിക്കേഷൻ തന്ന 18 പേർക്കും ഈ 2 മാസത്തിന് മുമ്പ് അത് വിതരണം ചെയ്തു. അപ്പോഴാണ് 1ലും 2ലും 3ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞത് അവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഈ കഴിഞ്ഞ DPCയിൽ ഈ ജില്ലയിലെ മുഴുവൻ അത്തരത്തിലുള്ള കുട്ടികൾക്കും പ്രോജക്റ്റ് വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മറ്റ് പദ്ധതികൾ തയ്യാറാക്കിയത്. ഇനിയും ആരെങ്കിലും ആവശ്യമുള്ളവർ വരികയാണെങ്കിൽ അവർക്ക് അത്തരത്തിൽ സംസാരിക്കുന്ന സോഫ്റ്റ്വെയറോട് കൂടിയ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും. ഇത് രണ്ടും കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ധാരാളം വിഷയങ്ങൾ ഇനിയുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാള് വൈക്കീനുമായിട്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സഞ്ചാരം ഭയങ്കര പാടുള്ളതുമാണ്. അപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് ഇത്ര മീറ്റർ ദൂരത്തിൽ ഉള്ള സാധനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള വൈക്കൈ നമ്മുടെ ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റിക്കാരത് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം 7,000-8,000 രൂപ വരുമെന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിയമപരമായിട്ട് തടസ്സങ്ങളില്ലെങ്കിൽ ആ ഇത്ര ദൂരത്തിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റിക്കിന് പറ്റുന്ന രീതിയിലുള്ള വൈക്കൈ കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അതിൻ്റെ സാങ്കേതികത്വമൊന്നുമില്ലെങ്കിൽ ഈ വർഷം ആ പദ്ധതി കൂടി നമ്മൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും നിങ്ങളോടൊപ്പം. ഞാൻ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം തുടർന്ന് ഞാൻ ആദ്യം പ്രവർത്തകരാണ് നമുക്ക്
സഹായിച്ചത്. ഇതിൽ എസ് എൻ കോളേജിന്റെയും നോട്ടറി ഫോറത്തിന്റെ പ്രസിഡന്റ് ശ്രീ മാധവൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം.